ശ്രീജിത്ത് ശർമ്മജി, നമസ്കാരം. 10 വർഷമായിട്ട് റൈക്കി ഹീലിംഗിന്റെ ഗ്രാൻഡ് മാസ്റ്ററായി പ്രാക്ടീസ് ചെയ്യുന്ന ശ്രീജിത്ത് ശർമ്മജിയാണ് ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റിനോടൊപ്പം ചേരുന്നത്. അദ്ദേഹമായിട്ടുള്ള 2 സെഷൻസ് എൻ്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കാണാൻ ശ്രമിക്കുക. ഒന്നാമത്തെ സെഷൻ എന്ന് പറഞ്ഞാൽ പ്രാണിക് ഹീലിംഗിന്റെ റൈക്കി ഹീലിംഗ്, പ്രാണിക് ഹീലിംഗ് എന്നിങ്ങനെയുള്ള ഹീലിംഗിനെ കുറിച്ചുള്ള എന്റെ കുറച്ച് സംശയങ്ങളും അദ്ദേഹത്തിന്റെ അതിനോടുള്ള ഉത്തരങ്ങളുമായിരുന്നു. രണ്ടാമത്തെ സെഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഹീലിംഗ് എന്ന് പറയുന്ന ഒരു കല, ആ കല ഇത്രയധികം എഫക്റ്റീവ് ആണെങ്കിൽ എന്തുകൊണ്ട് അതിനെ സർക്കാർ അംഗീകരിക്കുന്നില്ല എന്നല്ല, സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇവർ ഒരു ഓർഗനൈസേഷൻസും അത് നമ്മുടെ മോഡേൺ മെഡിസിൻ ആ ഒരു സ്ട്രീമിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ സെഷന്റെ ക്രക്സ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ സെഷൻ, അതിൽ എനിക്ക് സാർ ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഈ പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി എന്നിവയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് ഈ പോസിറ്റീവ് എനർജി, എന്താണ് ഈ നെഗറ്റീവ് എനർജി? ഓക്കെ, പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ നമ്മളിലേക്ക് എത്തുന്ന വൈറ്റൽ പ്രാണ എനർജിക്കാണ് പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത്. ആ പോസിറ്റീവ് എനർജി ഒന്നിൽ യൂണിവേഴ്സൽ ലൈഫ് എനർജിയിൽ നിന്നാകാം, ഇല്ലെങ്കിൽ നമ്മളിൽ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് നമ്മളുടെ ഗുഡ് ഡീഡ്സ്, നമ്മൾ വളരെ പ്യൂറായിട്ട് ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മളിലേക്ക് നമ്മുടെ പ്രാണ എനർജി വരും. അതായത് നമ്മുടെ ശ്വാസത്തിലൂടെ എത്തുന്ന ഒരു പ്രത്യേക വൈറ്റൽ കോഡ് ഉണ്ട്. ആ വൈറ്റൽ കോഡ് എനർജി ആയിട്ട് ക്രിയേറ്റഡ് ആയി. അതിലൂടെ നമ്മളിൽ എനർജി നമുക്ക് നിറയ്ക്കാൻ പറ്റും. പിന്നെ അതിനെ നമുക്ക് നമ്മുടെ ചക്രകളിലൂടെ പ്രൊജക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത്. ആ പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ് പോസിറ്റീവ്? എല്ലാം എന്ത് നല്ലതോ അതാണ് പോസിറ്റീവ്. അങ്ങനെ ആ നല്ല എനർജി എന്താണോ അതെല്ലാം പോസിറ്റീവ് ആണ്. ഒരു നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാല് ഒരു ക്ലസ്റ്റേർഡ് നെഗറ്റീവ് എനർജി. നമ്മളിപ്പോ ഒരു വീട്ടിൽ പോയി അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ചെന്ന് കയറുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണ്. ഒരു ഗ്ലൂമി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, തുണികളൊക്കെ അവിടെ ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നു, അവരെപ്പോഴും സങ്കടങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ദാറ്റ് ഈസ് കോൾഡ് നെഗറ്റീവ് എനർജി. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇതാണ്. ഇപ്പൊ നമ്മള് നെഗറ്റീവ് മാത്രം ചിന്തിക്കുന്ന ഒരാള് എന്ത് പറഞ്ഞാലും പറയണം, അയ്യോ അത് നടക്കത്തില്ല, ഇത് നടക്കത്തില്ല, മറ്റേ നടക്കത്തില്ല, ഞാൻ എന്ത് ചെയ്താലും അതൊന്നും ശരിയാവുന്നില്ല. ഒരു പാവപ്പെട്ടവൻ പണക്കാരെന്നുള്ള ഒരു വ്യത്യാസമൊന്നും ഈ എനർജി ഹീലേഴ്സ് ഇല്ല. ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ മനസ്സുകൾ തുറന്ന് സന്തോഷത്തോടു കൂടി തരുന്ന ഒരു ഗ്ലാസ് വെള്ളമില്ലേ, അത് ഭയങ്കര പോസിറ്റീവാണ്. അത് മതി. പക്ഷേ ഞാനീ പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാല് ഈ ക്ലസ്റ്റേർഡ് എനർജി ഇല്ലേ, നമ്മള് എന്താ പറയുന്നത്, ഒരാളെ കാണുമ്പോൾ പറയത്തില്ലേ, ചിലപ്പോൾ നമ്മൾ പറയത്തില്ലേ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കും ഭയങ്കര സങ്കടമാണ്. എനർജിയുടെ വ്യത്യാസമാണ്. നമ്മളുടെ ഓറ, അതായത് കൃത്യമായ ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങൾ ഒരു മനുഷ്യനിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഡിപ്രഷൻസും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ അവരിൽ കാണുന്നത് സ്വാഭാവികമാണല്ലോ. ഡിപ്രഷൻസ് ഒക്കെ വന്നോട്ടെ, അത് സ്വാഭാവികമാണ്. പക്ഷെ ആ ഡിപ്രഷനെ ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോഴാണ് അത് നെഗറ്റീവായി മാറുന്നത്. നമുക്ക് എല്ലാത്തിനും ഈശ്വരൻ നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ there is a cause, അല്ലെ, ഒരു കാരണം ഉണ്ടാവും. എന്തിനായിരിക്കും ഇവിടെ വരിക, ജീവിക്കുക, തിരിച്ചെത്തുക, അല്ലെ? ഒരാളും ചിരഞ്ജീവിയല്ല, വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോയേ പറ്റുള്ളൂ. പക്ഷെ ഈ വരുന്നയാൾ എങ്ങനെ പോകണം എന്നുള്ളത് ഡെസ്റ്റിനിയുടെ ഒരു പ്ലാൻ ഉണ്ടാവും. അതനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. കണ്ടില്ല, ഒരാള് കഠിന പ്രയത്നം ചെയ്ത് വളരെ ഉയരത്തിലേക്ക് എത്തുന്നു, ഒരാൾ കഠിന പ്രയത്നം എത്ര ചെയ്താലും ഉയരത്തിലേക്ക് എത്താത്ത അവസ്ഥ. ഇതൊക്കെ ഉള്ളതാണ്. പക്ഷെ ഇതിലൊക്കെ പലപ്പോഴും എനർജിയുടെ ഒരു വ്യത്യാസങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. കാരണം നമ്മളുടെ മനസ്സിനെ ഫുള്ളി കോൺഫിഡന്റ് ആയിട്ട് പോസിറ്റീവായിട്ട് വെക്കുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് പലതും ചെയ്തെടുക്കാൻ പറ്റും. മനസ്സിന് ബലമില്ലാണ്ട് വരുന്ന അവസ്ഥയ്ക്കാണ് നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഒരാളുടെ മനസ്സ് പോസിറ്റീവ്, ശരീരത്തിന്റെ ബലമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. തീരെ വണ്ണം കുറഞ്ഞ് മെലിഞ്ഞ ഒരാളായിരിക്കും പക്ഷെ അയാളുടെ മനസ്സിന്റെ കോൺഫിഡൻസും പോസിറ്റിവിറ്റിയും കൊണ്ട് അയാൾക്ക് എന്തും സാധിക്കും. പക്ഷെ ഒരു വളരെ ശക്തനായ ഒരാൾക്ക് അയാളുടെ മനസ്സ് ദുർബലമാണെങ്കിൽ ഒന്നും നടക്കത്തില്ല. ആ പോസിറ്റീവും നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ 2 ഘടകങ്ങളാണ്. അല്ലാതെ നമ്മള് ഈ പണവുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. പണവുമായിട്ടോ പദവിയുമായിട്ടോ പ്രവൃത്തിയുമായിട്ടോ സമൂഹത്തിലെ ബാലൻസുമായിട്ടോ ഒന്നും ഒരുതില്ല. എല്ലാവരും ഹ്യൂമൻ ബീയിങ് ആണ്, മനുഷ്യനാണ്. മനുഷ്യനിലും പോസിറ്റീവ് ഉണ്ട്, മൃഗങ്ങളിലും പോസിറ്റീവ് ഉണ്ട്, മനുഷ്യനിലും നെഗറ്റീവ് ഉണ്ട്, മൃഗങ്ങളിലും നെഗറ്റീവ് ഉണ്ട്, ഈ പ്രകൃതിയിലും ഉണ്ട്. ഈ പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഇപ്പോ ഈ നെഗറ്റീവ് എനർജിയെ റിമൂവ് ചെയ്യാനായിട്ട് ഈ ഹീലിംഗ് വഴി സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. എന്റെ ഒരു ചോദ്യം, അങ്ങനെ സാധിക്കുകയാണെങ്കിൽ
മോഡേൺ മെഡിസിൻസിന് അല്ലെങ്കിൽ മോഡേൺ ടെക്നോളജിക്ക് എന്തുകൊണ്ട് ഇത് ഡിറ്റക്ട് ചെയ്ത് ഇതിനെ ഈ എനർജി ഫീൽഡ്സിനെ ഡിറ്റക്ട് ചെയ്ത് ഇതിനെ മെയിൻ സ്ട്രീമിലോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല? മോഡേൺ സയൻസ് എല്ലാം പ്രൂവ് ചെയ്ത് കഴിഞ്ഞാലേ മോഡേൺ സയൻസ് പറയത്തുള്ളൂ ഇതാണെന്ന്. പക്ഷെ കുറച്ചു കാലം കഴിയട്ടെ. ഇപ്പൊ തന്നെ പല കാര്യങ്ങളിലും എനർജിയുടെ വ്യത്യാസങ്ങളെ ഒക്കെ തന്നെ കണ്ടുപിടിക്കുന്ന ഒരു കാലഘട്ടം കൂടാണിത്. എനർജി സയൻസിൽ തന്നെ പല നോബൽ സമ്മാനങ്ങളും വരുന്നത് ഇതുപോലുള്ള ഒരു ഇതിലോട്ടാണ്. പണ്ട് ഉള്ളതിനേക്കാൾ കൂടുതൽ കൂലങ്കുഷമായിട്ട് മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടം കൂടാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വിഷയത്തെ കുറിച്ച് ഇപ്പം നമ്മള് എന്ത് പറഞ്ഞാലും സയൻസ് ഒരു കാലഘട്ടത്തിൽ ഇവിടെ എത്തും, അത് ഉറപ്പാണ്. പണ്ടുള്ള ആൾക്കാര് ഈ മോഡേൺ ഈ പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി, പ്രാണിക് ഹീലിംഗ്, റേക്കി ഹീലിംഗ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇനി പ്രൂവ് ചെയ്യേണ്ടതാണെന്നാണ് പറയുന്നത്. ഇത് മനുഷ്യൻ ഉണ്ടായ കാലം മുതലേ ഉള്ളത് എന്നാണ് പല ആൾക്കാരും അവകാശപ്പെടുന്നത്. അപ്പൊ ഈ സാധനങ്ങൾ ആ സമയത്ത് എങ്ങനെയാ പ്രൂവ് ചെയ്തിരുന്നത് സാർ? അന്നത്തെ കാലത്ത് അത് പ്രൂവ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. ആൾക്കാർക്ക് വേണ്ടത് എന്താണോ അതാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ കാലത്താണ് അല്ല, ആ കാഷ്വാലിറ്റീസ് ഇതുമായിട്ട് ബന്ധമില്ലല്ലോ. ആ കാഷ്വാലിറ്റി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അതായത് ഒരു ആപ്പിൾ, ആ ആപ്പിൾ മനുഷ്യൻ ഇത് ഭക്ഷ്യയോഗ്യമായിരിക്കും എന്ന് തിരിച്ചറിയുന്നതിന്റെ പിന്നിൽ എത്ര മനുഷ്യരുടെ ഒരു ജീവത്യാഗം ഉണ്ടായിരിക്കും? ഉദാഹരണത്തിന്, ആപ്പിൾ ഒരു മനുഷ്യന് ഭക്ഷിക്കാൻ കഴിയും എന്ന് മനുഷ്യൻ തിരിച്ചറിയുന്നതിന് മുമ്പ് എത്രയധികം ഭക്ഷണങ്ങൾ ആപ്പിൾ ആണെന്ന് തെറ്റിദ്ധരിച്ച് ഇപ്പൊ അത് വിഷമായിരിക്കാം, അല്ലെങ്കിൽ ശരീരത്തിൽ ഹാനി ഉണ്ടാക്കുന്ന സാധനങ്ങളായിരിക്കാം, അങ്ങനെ കഴിച്ച് 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 ആപ്പിൾ ആണ് എന്ന് തിരിച്ചറിയുന്ന ഒരു സാഹചര്യത്തിലേക്കല്ലേ മനുഷ്യൻ എത്തിയത്. അപ്പോ സമാനമായി അതെങ്ങനെയാണ് പിന്നെ? ഒരിക്കലുമല്ല. ബേസിക് ഇൻസ്റ്റിങ്ക്ട് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. മനുഷ്യനിലാണേലും മൃഗങ്ങളിലാണേലും ഈശ്വരൻ കൊടുത്തിരിക്കുന്ന ഒരു സംഗതിയുണ്ട്. ഒരു തീരെ ചെറിയ പ്രായത്തില് അമ്മ പൂച്ചയെ നഷ്ടപ്പെട്ടു പോയ ഒരു പൂച്ചക്കുട്ടി ഉണ്ടെന്ന് വെച്ചു, എങ്ങനെയാണ് അത് സർവൈവ് ചെയ്യുക? അതിനെ അമ്മയൊന്നും പഠിപ്പിച്ചിട്ടില്ലല്ലോ. നമ്മളെ എല്ലാം നമ്മളുടെ അച്ഛനും അമ്മയും പഠിപ്പിച്ചതാണോ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന പല കാര്യങ്ങളും? ഒരിക്കലുമല്ല. ഒരു പ്രകൃതി ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിൽ എങ്ങനെ ജീവിക്കണം? ബേസിക് ഇൻസ്റ്റിങ്ക്ട് ഉണ്ടെങ്കിൽ എനിക്ക് അവിടെയും ഒരു ചോദ്യമുണ്ട്. അതായത് എന്തിനാണ് മനുഷ്യൻ റോ മീറ്റ് കഴിച്ച് നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നത് എന്നുള്ളൊരു ചോദ്യം എനിക്കുണ്ട്. ഇപ്പൊ ഈ ഫയർ കണ്ടുപിടിക്കുന്നത് ഒരു റവല്യൂഷണറി കണ്ടുപിടുത്തമായിരുന്നു എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനു മുമ്പ് മനുഷ്യൻ ജീവിച്ചിരുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ ജീവിച്ചിരുന്ന ഒരു രീതിയിൽ മനുഷ്യൻ റോ മീറ്റ് കഴിച്ച ഒരു മനുഷ്യനായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമുക്കിപ്പോ സാറിനെ കൊണ്ടും എന്നെ കൊണ്ടും ഒന്നും പച്ച മാംസം കഴിക്കുന്ന സങ്കല്പിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ ബേസിക് ഇൻസ്റ്റിങ്ക്ട് അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തിന് അന്ന് ആ സമയത്ത് അത് ചെയ്തു എന്നുള്ള അപ്പൊ അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സർട്ടൺ ആയിട്ടുള്ള ഇന്നും ഉണ്ടല്ലോ ആൾക്കാർ, കാനിബൽസ് ഉണ്ട്, മനുഷ്യനെ പിടിച്ചു നിന്ന ആൾക്കാരുണ്ട്, ഇന്നും പല ആൾക്കാരും ഉണ്ട്. അപ്പൊ ബേസിക് ഇൻസ്റ്റിങ്ക്ട് മനുഷ്യനുണ്ടെങ്കിൽ തീ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ മനുഷ്യൻ റോ മീറ്റ് കഴിച്ചിരുന്നു. എന്നാൽ ഈ തീ കണ്ടുപിടിച്ചു കഴിഞ്ഞ ശേഷം മനുഷ്യന് മനസ്സിലായി, അത് കഴിഞ്ഞും ഒരുപാട് നാളുകൾ എടുത്തു കുക്ക് ചെയ്യണം, ഭക്ഷണം ഉണ്ടാക്കണം എന്നറിയാൻ. അത് കഴിഞ്ഞ് കൃഷിയിലേക്ക് വന്നു, ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ ഡെവലപ്പായി വരികയല്ലേ. അപ്പൊ ആ ഡെവലപ്പായി വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്തിനാണ് ഈ ഒരു സാധനങ്ങളെയൊക്കെ പേറുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അങ്ങനെ പഴയ സാധനങ്ങളെ പേറണം എന്നുണ്ടെങ്കിൽ, അതിനെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, താങ്കൾ ഈ പറഞ്ഞ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ മെയിൻ സ്ട്രീമിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് അത് പ്രൂവ് ആയി കിട്ടണം. കാരണം അത് പ്രൂവ് ചെയ്യാൻ മാർഗങ്ങൾ ഇപ്പോഴുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതാണ് എന്റെ ചോദ്യം. അങ്ങനെയുള്ള പണ്ടകാലത്തെ കാര്യങ്ങൾ എങ്ങനെ പ്രൂവ് ചെയ്തിരുന്നു ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞു അത് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് കാഷ്വാലിറ്റീസും ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പൊ ഞാൻ എന്റെ വയറ്റിൽ ഒരു അസുഖവുമായിട്ട് വരുന്നു, അത് ഡോക്ടർ അന്നത്തെ കാലത്ത് ഒരു ആചാര്യൻ അത് തൊട്ട് നോക്കിയിട്ട് ഇന്നതാണെന്ന് പറയുന്നു. ചിലപ്പോൾ അത് തെറ്റിപ്പോവാം, ഇന്നതല്ലാതെയും ആയിരിക്കാമല്ലോ. കാരണം അന്ന് സ്കാനിങ് ഇല്ല, വേറെ എക്സ്റേ ഇല്ല, അങ്ങനെ ഒരു കാര്യങ്ങളില്ല, അങ്ങനെ ആയിരിക്കാമല്ലോ. പിന്നെ അന്നത്തെ കാലത്ത് ഇത്രയും രോഗങ്ങളില്ല, ഇത്രയും പൊല്യൂഷൻസ് ഇല്ല. അപ്പൊ രോഗങ്ങളുടെ അളവും റേറ്റും ഒക്കെ വളരെ കുറവായിരുന്നു. പിന്നെ ഈ റോ മീറ്റ് കഴിച്ച് നടന്ന കാലഘട്ടമൊക്കെ എന്ന് പറഞ്ഞാൽ പരിണാമ കാലഘട്ടങ്ങളിലാണ്. നിയാൻഡർതലൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടം, അന്നത്തെ അവരുടെ സിസ്റ്റം അതുപോലായിരുന്നു. പക്ഷേ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അല്ലല്ല, അതെ, ഈ സർവ്വ ജീവജാലങ്ങളിലും ബോധവും വിവേകവും, ബുദ്ധി മാത്രമല്ല ബോധവും വിവേകവും കൊടുത്തിരിക്കുന്നത് ഹ്യൂമൻ ബീയിങ്സിന് മാത്രമേ ഉള്ളൂ. വിവേചനാത്മകമായ രീതിയിൽ ഓരോന്നിനെയും കണ്ടുപിടിക്കാനും അറിയാനും അതിനുള്ള ഒരു ത്വരയും കൊടുത്തിരിക്കുന്ന മനുഷ്യന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് പോകുന്നതും അത് കണക്ക് തന്നെ നമ്മൾ നമ്മുടെ പ്രകൃതിയെ ചൂഷണം ചെയ്ത് പോകുന്നു. ഒരു മൃഗം ഒരിക്കലും പ്രകൃതിയെ ചൂഷണം ചെയ്യാറില്ല. ബോധവും ബുദ്ധിയുള്ള നമ്മളാണ് ഏറ്റവും കൂടുതൽ പ്രകൃതിയെ ചൂഷണം ചെയ്യുകയും ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസിലൊക്കെ എത്തിപ്പെട്ടത്. ശരിയല്ലേ?
ആണെന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. അതായത് താങ്കളൊരു 10 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പ്രാണിക് ഹീലർ ആണല്ലോ. അപ്പൊ താങ്കളോട് എനിക്ക് ചോദിക്കാനുള്ള അടുത്ത ചോദ്യം, ഈ ഹീലിംഗ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മെഡിക്കൽ ട്രീറ്റ്മെന്റിന്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് താങ്കൾ റെഫർ ചെയ്യുമോ? ഇങ്ങ് വരൂ, ഞാൻ ക്ലിയർ ചെയ്ത് തരാം, നിങ്ങൾ മെഡിക്കൽ സയൻസിന് അടുത്ത് പോകണ്ട എന്ന് താങ്കൾ റെഫർ ചെയ്യുമോ? അതിനുള്ള ധൈര്യം താങ്കൾക്കുണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യും. ചെയ്യും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മാറ്റാൻ കഴിയുന്ന രോഗങ്ങളെ കുറിച്ച് എനിക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എനിക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ ഇതിനകത്ത് പ്രാണിക് ഹീലിംഗ് മാത്രമല്ല, താങ്കൾ പറയുന്നത് മെഡിക്കൽ സയൻസിനെ ആശ്രയിക്കേണ്ട, എന്റെ അടുത്ത് വരൂ, എനിക്ക് മാറ്റാൻ കഴിയുന്ന അസുഖങ്ങളെല്ലാം ഞാൻ മാറ്റിത്തരാമെന്നാണ് പറയുന്നത്. അതാ അതിനകത്തൊരു കാര്യമുണ്ട്. മെഡിക്കൽ സയൻസിനെ തള്ളി പറയുകയോ മെഡിക്കൽ സയൻസിലേക്ക് പോവുകയോ ചെയ്യണമെന്നല്ല പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ഒരാൾക്കൊരു ആൾട്ടർനേറ്റീവിനോട് ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ ദേ ക്യാൻ ഓൾവേസ് ചൂസ് റേക്കി, ഓൾട്ടർനേറ്റീവ് മെഡിസിൻസ് ആയിട്ടുള്ള റേക്കിയോ പ്രാണിക് ഹീലിംഗിനെയോ. എന്തൊക്കെയാണ് താങ്കൾക്ക് മാറ്റാൻ കഴിയുന്ന അസുഖങ്ങൾ എന്ന് താങ്കൾ ഇപ്പൊ പറഞ്ഞു? ഇനി എന്നെ കൊണ്ട് മാറ്റാൻ കഴിയുന്ന എന്തൊക്കെയാണ് അതിൽ പെടുന്ന അസുഖങ്ങൾ? ബോഡിയുടെ നെഗറ്റീവ് ആയിട്ടുള്ള എനർജിയെ മാറ്റിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏത് രോഗത്തിനെയും മാറ്റാൻ പറ്റും. രോഗങ്ങളെ മാത്രമല്ല, ഞാൻ പറഞ്ഞു ബോഡിയുടെ നെഗറ്റിവിറ്റി കൊണ്ട് വരുന്ന അസുഖങ്ങൾ ഏതാണെന്ന് എനിക്കും അറിയില്ല, മോഡേൺ സയൻസിനും അറിയില്ല. ഇപ്പോ എന്താണ്, ഇപ്പൊ നമ്മൾ ഒരു കാര്യം പറയട്ടെ, ഭക്ഷണം ഇത്ര അളവ് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഇന്ന അളവ് കൂടി ഇന്ന വരും എന്നൊക്കെ പറയും. നെഗറ്റീവ് കൂടി പോസിറ്റീവ് കൂടി അല്ല. അതിനകത്തെ ഞങ്ങളുടെ ഇതിൽ പറയുന്നത്, ഞങ്ങളുടെ ഇതിൽ ഓറ എന്ന് പറയുന്നത്, നമ്മളുടെ ഓറ പോസിറ്റീവായിട്ട് നിൽക്കുന്നിടത്തോളം കാലം നമ്മളെ രോഗങ്ങൾ അഫക്ട് ചെയ്യില്ല. നമ്മളുടെ ചിന്തകളിൽ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ അതറിയാൻ പറ്റും. നമ്മളുണ്ടെന്നും അത് പോസിറ്റീവ് ആണെന്നും നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അത് മാർഗമില്ലല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ഇത് എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ചില ആൾക്കാരുടെ അടുത്ത് പോയിരിക്കുമ്പോൾ, ചില സിദ്ധന്മാർ അല്ലെ ചില മനുഷ്യരുടെ അടുത്ത് പോയിരിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ അടുത്ത് പോയപ്പോ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ തന്നെ മനസ്സിനൊരു ആശ്വാസം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അതെന്തുകൊണ്ടാണ്? അവരുടെ നമുക്കത് മാറ്റാം. ചില അമ്പലങ്ങളിൽ പോകുമ്പോഴേ ഈ ഒരു ഫീൽ ഉണ്ടാവും. എന്തുകൊണ്ടാണ്? അവിടെ ആ എനർജിയുടെ ലെവൽ അത്ര കൂടുതലാണ്. അതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ചില ക്ഷേത്രങ്ങൾ അല്ലെ ചില പള്ളികളൊക്കെ ഭയങ്കരമായിട്ട് പ്രസിദ്ധമാണ്, ചിലത് അത്രയും ഉണ്ടാവില്ല? എന്തുകൊണ്ടാണ്? അവിടുത്തെ എനർജിയുടെ ലെവൽ അത്രയും കൂടുതലാണ്. അതാണ്. അതേപോലെ തന്നെയാണ് ഒരു ഹീലർ. എത്ര എനർജി സ്ട്രോങ് ആകുന്നോ അത് കണക്ക് ഒരാളിലെ ബുദ്ധിമുട്ടിനെ മാറ്റാൻ പറ്റും. അത് കണക്ക് ഒരാൾ വീക്ക് ആകുന്ന എപ്പോഴാണ്? അയാളുടെ കോൺഫിഡൻസ് ലെവൽ താഴുമ്പോൾ ആള് വീക്ക് ആവും. എങ്ങനെയാണ് എനർജി കൂടുന്നതും കുറയുന്നതും കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ് സാർ? ഏത് അസുഖം ഉണ്ടാകും, ഏത് അസുഖം ഉണ്ടാകാം. ഒരു അസുഖത്തിന്റെ പേര് പറയും. ഇപ്പൊ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എല്ലാം അങ്ങനെ വരുന്നതാണ്. ഈ എനർജിയുടെ ഇംബാലൻസ് കൊണ്ടാണ്. കാരണം ഏത് ലൈഫ് സ്റ്റൈൽ, ഇപ്പൊ പ്രമേഹം പോലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ് എല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ വരത്തില്ലേ? പ്രമേഹമാണേലും BP മാറ്റാൻ പറ്റും. മാറ്റിയ ചരിത്രങ്ങളുണ്ട്, പൂർണ്ണമായും മാറിയ ചരിത്രങ്ങളുണ്ട്. താങ്കളെ കൊണ്ട് മാറ്റാൻ പറ്റും? തീർച്ചയായിട്ടും മാറ്റാൻ പറ്റും. BP മാറ്റാൻ പറ്റും. പക്ഷെ BP മാറ്റാൻ പറ്റും. പറയുന്ന രീതിയിൽ മുന്നോട്ട് പോകണം. അതായത് ഇവിടെ നിന്ന് പറഞ്ഞത് കേട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന രീതികൾ കേട്ട് പോയാൽ പോരാ, അവരവരുടെ ലൈഫ് സ്റ്റൈലിനെ ചേഞ്ച് ചെയ്യുകയും കൂടെ വേണം. ഒരാളുടെ ലൈഫ് സ്റ്റൈൽ പ്രമേഹം വരില്ലല്ലോ. അതുകൊണ്ടല്ലേ എന്തുകൊണ്ടാണ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്? മോഡേൺ മെഡിസിനിൽ നമ്മൾ പോയി കഴിഞ്ഞാലും അവർ പറയുന്നതും ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് തന്നെയാണ്. ഇത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണെന്നാണ് മോഡേൺ മെഡിസിൻ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ മോഡേൺ മെഡിസിനിൽ പോകുമ്പോൾ അവരെന്താണ് പറയുന്നത്? സാർ ഇപ്പോ ഹീലർ ആയിട്ടിരിക്കുന്നു, സാർ എനിക്ക് പ്രമേഹമുള്ള ഒരാളാണെന്ന് സാർ വിചാരിക്കുക. ഞാൻ താങ്കളുടെ അടുത്തേക്ക് വരുന്നു, മോഡേൺ മെഡിസിന്റെ അടുത്തേക്ക് പോകുന്നു. അപ്പോ അവര് പറയുന്നത് ഷുഗർ നിങ്ങൾ കുറയ്ക്കണമെന്ന് പറയുന്നു. താങ്കൾ ഷുഗർ കഴിക്കാൻ പറയില്ലല്ലോ, ഷുഗർ കുറയ്ക്കണമെന്ന് തന്നെയാണല്ലോ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, അവർ പറയുന്നത് നിങ്ങൾ ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കരുത് എന്ന് പറയുന്നു. അതായത് ഇപ്പൊ ഒരു പഴമായിരുന്നാൽ പോലും, ഇപ്പൊ ഒരു ഏത്തപ്പഴം, ആ ഏത്തപ്പഴം നമുക്ക് കഴിക്കാം. പക്ഷെ ആ ഏത്തപ്പഴം ഓവറായിട്ട് പഴുത്തു പോയി കഴിഞ്ഞാൽ അതിനകത്ത് ഗ്ലൈസമിക് ഇൻഡെക്സ് അതിഭീകരമായിട്ട് ഉയരും. അങ്ങനെ ഉയർന്നാൽ അത് കഴിക്കരുത് എന്ന് പറയുന്നു. അങ്ങനെ പല പല നിർദ്ദേശങ്ങളും തരും. അപ്പോ താങ്കളുടെ അടുത്തേക്ക് വരുമ്പോൾ താങ്കൾ പറയുന്നു എന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്ന് പറയുന്നു. ആ നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ആ നിർദ്ദേശങ്ങൾ ഇതേപോലുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ പിന്നെ കുറച്ച് യോഗിക് പ്രാക്ടീസ് ചെയ്യാൻ പറയും, മെഡിറ്റേഷൻസ് പറഞ്ഞു കൊടുക്കും, ധ്യാനമുറകൾ പറഞ്ഞു കൊടുക്കും. എങ്ങനെയാണ് യോഗിക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക? ശരീരത്തിന് അവശത ഉണ്ടാകുന്ന അവശതയെ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണ്ടേ? ഇപ്പൊ മരുന്നെടുത്ത് കഴിക്കാൻ പറ്റാത്ത ഒരാൾ വന്ന കാര്യമില്ല, അവരെ നമ്മൾ ഹീൽ ചെയ്ത് തന്നെ മാറ്റും. പക്ഷെ അപ്പൊ അയാള്
അനാവശ്യമായിട്ടുള്ള ഒരു ഫുഡ് ഹാബിറ്റിലേക്ക് പോകത്തില്ലല്ലോ. ഉം. അങ്ങനെയുള്ള ഒരാള് നമ്മളുടെ അടുത്തേക്ക് നടന്നു വരുമ്പോൾ അദ്ദേഹം ചില കാര്യങ്ങൾ ചെയ്യാനും കൂടെ പ്രാപ്തനായിരിക്കുമല്ലോ, അതുകൊണ്ടായിരിക്കുമല്ലോ വരിക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് ചോദിക്കത്തല്ലേ ഉള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ അവരുടെ ആ എനർജി സിസ്റ്റത്തിനെ ചേഞ്ച് ചെയ്യാനാണ് നോക്കുന്നത്. ചില ചക്രാസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഓരോ രോഗങ്ങളും ബന്ധപ്പെട്ട് കിടക്കുന്ന ചില ചക്രാസ് ഉണ്ട്. ആ ചക്രാസിന്റെ പ്രവർത്തനങ്ങളെ അല്ലെ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആ അവയവങ്ങളെയും ആന്തരിക അവയവങ്ങളെയും അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ അവയെ കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ, കൂടുതൽ ആ ശരീരത്തിന് ഉപയോഗമാകുന്ന രീതിയിൽ ആ പ്രവർത്തനങ്ങളെ ഉദ്ദീപിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഈ പ്രാണിക് ഹീലിംഗും റൈക്കി ഹീലിംഗും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് സർ? രണ്ടും തമ്മിൽ ഡിഫറെന്റ് ആണ്. പ്രാണിക് ഹീലിംഗ് കൂടുതൽ മന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. റൈക്കി എന്ന് പറഞ്ഞാൽ പ്യൂർ എനർജി. മന്ത്രങ്ങളാണ് കൂടുതൽ. മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ മന്ത്രാസ് എന്ന് പറഞ്ഞാൽ അതങ്ങനല്ല, ചില സിലബീസ് അവർ യൂസ് ചെയ്യും. അതിന്റെ ഒരു ചില ഇപ്പൊ ലം യം എന്നൊക്കെ പറയുന്ന ചില സിലബീസ് ഉണ്ട്. ആ സിലബീസ് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ചില ഫ്രീക്വൻസി വ്യതിയാനങ്ങളുണ്ട്, അതിന്റെ കണ്ടിന്യൂസ് സ്റ്റാൻഡിങ്. പിന്നെ നമ്മളുടെ ലൈഫ് ഫോഴ്സിനെ സെറ്റ് ചെയ്യാണ്. ഇതെല്ലാം എനർജിയുടെ തന്നെയാണ്. ഈ റേക്കിയിലെ ഇതുപോലെ തന്നെയാണ്. ചില പ്രത്യേകമായിട്ടുള്ള സിംബൽസ് ഉപയോഗിച്ച് ആ സിംബൽസിന്റെ പോസിറ്റീവ് എനർജിയെ കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്താണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ ഏറ്റവും ഉയർന്ന തരത്തിലുള്ള എനർജി ഹീലിംഗിൽ ഇതൊന്നുമില്ല. അവിടെ പൂർണ്ണമായിട്ടും നമ്മളിലേക്ക് എത്തുന്ന, നമ്മളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ആ എനർജി കൊണ്ടാണ് ഹീലിംഗ് നടക്കുന്നത്. അത് വളരെ ഭയങ്കര ഫാസ്റ്റ് ആണ്, വളരെ പെട്ടെന്ന് എഫക്റ്റീവ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത് ഏത് കാര്യത്തിലും ഇടപെട്ട് ഏത് കാര്യത്തിലും ബുദ്ധിമുട്ടിനെ മാറ്റാൻ നമുക്ക് കഴിയുമെന്ന് പറയുന്നത്. എനിക്ക് മാത്രമല്ല, എന്നെ പോലുള്ള ഹീലേഴ്സിനെല്ലാം പറ്റുന്നതാണ്. താങ്കളെ പോലുള്ള ഹീലേഴ്സ് എല്ലാം പറ്റുന്നു എന്ന് പറയുന്നു. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇത് നടക്കുന്നത്? ഇപ്പോൾ ഞാൻ താങ്കളുടെ അടുത്തേക്ക് വന്ന് താങ്കളുടെ ശരീരത്തിൽ ടച്ച് ചെയ്താണോ ഈ പ്രോസസ്സ് നടത്തുന്നത്, അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസ് നമ്മൾ ഇരിക്കണം, ഞാനിവിടെ ഇരുന്നുകൊണ്ടും താങ്കൾ അവിടെ ഇരുന്നുകൊണ്ടും നടക്കുമോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും നടക്കുന്നത്? ഫോൺ വഴി ഹീൽ ചെയ്യാൻ പറ്റുമോ? എന്തൊക്കെയാണ് സംഭവങ്ങൾ ഇതിന്റെ? തീർച്ചയായിട്ടും അങ്ങ് അവിടെ ഇരിക്കുമ്പോഴും ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴും നമുക്കത് ചെയ്യാൻ പറ്റും. ഇതേപോലെ ഒരു കണക്ഷൻ മാത്രം മതി. ഇതിലൊരു ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോയിൽ ഒരു ഫ്രീക്വൻസി ഉണ്ടാവും. ആ ഒരു ചിന്ത എങ്ങനെ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഇതിപ്പോ അങ്ങയുടെ ഒരു ഫോട്ടോ വരുമ്പോൾ ആ ഫോട്ടോയ്ക്ക് അങ്ങയുമായി ബന്ധമില്ലേ? അങ്ങയുടെ ഫേസ് ഇല്ലേ അതിലുള്ള? ആ ഫോട്ടോയിലുള്ള ഫ്രീക്വൻസിയിലൂടെ അങ്ങയെ ഹീൽ ചെയ്യാൻ പറ്റും. അങ്ങയുടെ ശബ്ദം മതി, ആ ശബ്ദത്തിലൂടെ ഹീൽ ചെയ്യാൻ പറ്റും. അങ്ങയിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അതിലൂടെ തന്നെ രോഗങ്ങളാണെങ്കിലും മറ്റുള്ള പ്രശ്നങ്ങളാണെങ്കിലും മാറ്റിയെടുക്കാൻ പറ്റും. ഞാനിതൊക്കെ സിനിമയിലേ കണ്ടിട്ടുള്ളൂ സാർ. മറ്റേ സിനിമയിലല്ല, കാലിന്റെ അടിയിലെ മണ്ണ് മതി അവനെ കൂടോത്രം ചെയ്ത് അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. അങ്ങനെ കൂടോത്രം എന്നുള്ള കാര്യങ്ങളൊക്കെ അത് വേറെയാണ്. അതും ഇതുമായിട്ട് ബന്ധമില്ല. പിന്നെ ഒരാളുടെ ശരീരത്തിന് ചുറ്റുമുള്ള ഓറയെ ബലപ്പെടുത്താനും അതിലുള്ള നെഗറ്റീവ് എനർജിയെ മാറ്റാനും എത്ര ദൂരെ ഇരുന്നാലും കുഴപ്പമില്ല. ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത്. ഈ ഓറ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പൊ ഞാൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പോയി ഒരു സമയത്ത് ഇതുപോലെ താങ്കളെപ്പോലുള്ള ഒരു ഹീലർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ ഒരു കാര്യം എന്താ അറിയോ? അത് ഹീലർമാരെ എല്ലാം ഞാൻ മോശമാക്കി പറയുകയല്ല, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യരുതെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു അതെന്താണ്, അത് നിങ്ങളുടെ ഓറയെ ബാധിക്കുമെന്ന് പറയുന്നു. സത്യമാണോ? വെറുതെയാണ്. നിങ്ങൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ ചെയ്യുന്ന ഒരു മഹത്തായ കാര്യമാണ് അല്ലേ? അത് നിങ്ങളുടെ ഓറയെ ബലപ്പെടുത്തിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എന്താണ് പറഞ്ഞത് ഇതുപോലുള്ള ഒരുപാട് കള്ള നാണയങ്ങൾ ഈ ഹീലർമാർക്കിടയിൽ ഉണ്ടെന്ന്. ഒരുപാട് തീർച്ചയായിട്ടും പരത്തുന്നുണ്ട്. അപ്പൊ അവര് നമുക്ക് ചോദ്യം ഉണ്ടെന്നാണ് എന്റെ ചോദ്യം. അല്ല, അത് ഇതിന്റെ ഒരു പാർട്ടാണ്. ഇതിപ്പോ എന്തിനും ഒരു, ഞാൻ പറഞ്ഞില്ലേ, രണ്ട് സൈഡ് ഉണ്ടെന്ന്. ഇപ്പം ഇതിനെ തന്നെ പല രീതിയിലും വളച്ചൊടിച്ച് പല കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരുണ്ടാകാം. പക്ഷെ എന്നാൽ ഇതിനെ, ഈ ഹീലിംഗ് എന്ന് പറയുന്ന ഈ ഡിവൈൻ ആയിട്ടുള്ള ഈ സംഗതി ലോകം മുഴുവൻ പരന്നു കിടക്കുന്നതാണ്. പലരും അതിന്റെ ആ ഒരു നെക്ടറും സന്തോഷവും അറിയുന്നവർ അത് പുറത്തു പറയാറില്ല എന്ന മറ്റൊരു സത്യമാണ്. എനിക്ക് കിട്ടി, പക്ഷെ ഇതിന് ഞാൻ പുറത്തു പറഞ്ഞാല് ഈ പറഞ്ഞ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, ഞാൻ വല്ല കൂടോത്രവും ചെയ്തിട്ടാണോ ഞാൻ ഇങ്ങനെ രക്ഷപ്പെട്ടത് എന്നുള്ള രീതിയിൽ ആൾക്കാർ പറയുമോ എന്നുള്ള ഒരു ചിന്താഗതിയും ഉണ്ട്. അതുകൂടാണ്ട് ഇതേപോലുള്ള ആൾക്കാര് ഇപ്പം ഈ ഇതേപോലുള്ള അന്ധവിശ്വാസം അല്ലെങ്കിൽ ഈ ഇപ്പൊ പറഞ്ഞ ഞാൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോയി എന്നോട് ഡൊണേറ്റ് ചെയ്തെന്ന് പറഞ്ഞു, എന്തെങ്കിലും ഒരു സെൻസ് ഉള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈ എനർജി എന്ന് പറയുന്ന സംഗതി തന്നെ എത്ര കൊടുക്കുന്നോ അതനുസരിച്ച് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്നതനുസരിച്ച്, ഒരാൾ റിസീവ് ചെയ്യുമ്പോൾ ആള് റിസീവ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കൊടുക്കാനുള്ള പവർ നമ്മുടെ വർദ്ധിച്ചുകൊണ്ടിരിക്കും.
അതാണ് ഇതൊക്കെ അങ്ങനെ കൊടുക്കാന്നുള്ള നമ്മുടെ ഓറ ബലപ്പെടുത്തി നമ്മൾ നല്ല കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യുമ്പോൾ, സമൂഹത്തിന് നന്മ ചെയ്യുമ്പോൾ, നമ്മൾ നല്ലൊരു മനുഷ്യനായി മാറുമ്പോൾ, നമ്മൾ നല്ലൊരു മനുഷ്യ സ്നേഹിയായി മാറുമ്പോൾ, നമ്മൾ അറിയാണ്ട് നമ്മുടെ ചുറ്റുമുള്ള പ്രഭാവലയം ശക്തമാവും. അപ്പോഴാണ് ചില ആൾക്കാർ പറയുന്നത്, നോക്കൂ അദ്ദേഹത്തിനെ നോക്കൂ, എന്തൊരു തേജസ്സാണ് അല്ലെ, നോക്കൂ അദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേകതയുണ്ട് അല്ലെ, അദ്ദേഹത്തിന് അടുത്ത് പോയി നമുക്ക് സംസാരിക്കുന്നത് നമുക്ക് തോന്നും. എന്തുകൊണ്ടാണ്? അദ്ദേഹം ഗിവിംഗ് ഉള്ള ആളാണ്. പോയാലും ജിമ്മിലുള്ള ചെക്കന്മാരെ കാണുമ്പോഴും പറയുമല്ലോ നല്ല ബോഡിയൊക്കെ ഫിസിക്കൽ. അത് വേറെയാണ്, അത് വേറെയാണ്. അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതെങ്ങനെ പറയാം? അത് മസിൽ പെരുപ്പിച്ചു വെച്ചിരിക്കുകയല്ലേ, അതും മസിലല്ലേ? എന്നാൽ അത് നമ്മുടെ ഹെൽത്ത് ആണല്ലോ, ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന അവിടെ ഒരു കാര്യമുണ്ട്. അത് ചെയ്യുന്ന ആൾക്കാർ അത് വൃത്തിയായിട്ട് ചെയ്യുമ്പോഴുണ്ടല്ലോ, അവർക്ക് ഓരോന്നിനും ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം അത് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ബോഡി സ്ട്രോങ് ആണ് അല്ലെ. അത് 2 ദിവസം ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ബോഡിയുടെ ആ സ്ട്രെങ്ത് കുറയാൻ തുടങ്ങും അല്ലെ. പ്രാക്ടീസ് ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാല് ഈ മസിൽ ബിൽഡിങ്ങിനകത്ത് ഫാറ്റ് അടിഞ്ഞും അവർക്ക് അവരുടെ ബോഡിയുടെ ഷേപ്പ് മാറാനൊക്കെ തുടങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ട്. അല്ലാണ്ട് കുറച്ചു കാലം ചെയ്തിട്ട് അത് നിർത്തരുത് എന്ന് പറയും അല്ലെ. അവരതൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇതിനെല്ലാം പ്രാക്ടീസ് അത്യാവശ്യമാണ്. പ്രാക്ടീസ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അനുസരിച്ച് നമ്മളുടെ ബോഡിയുടെ തിളക്കവും നമ്മുടെ ഓറയുടെ തിളക്കവും തേജസ്സും ശക്തിയൊക്കെ കൂടും. അപ്പൊ ഈ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ബാധിക്കില്ല. ഓക്കെ, വളരെ നന്ദി ശ്രീജിത്ത് ശർമാജി. താങ്ക് യു.